ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളൊരു അടിപൊളി ഒരു മധുരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഇത് നമുക്ക് ബറാത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. നമുക്ക് ആകെ ഇതിന് വേണ്ടിയത് കുറച്ച് നേന്ത്രപ്പഴം മാത്രമാണ് കേട്ടോ. വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അടിപൊളി ടേസ്റ്റിയാണ്. ഒരു പുതിയ ഐറ്റം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ് കേട്ടോ. സാധാരണയായിട്ട് നമ്മൾ ബറാത്തിനും അതുപോലെ തന്നെ നോമ്പിൻ്റെ തലേന്ന് അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് വേറെ രീതിയിലാണ്. അപ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് പഴുത്ത ഒരു 4 പഴമാണ് ഞാൻ എടുത്തോട്ടെ. 2 അത്യാവശ്യം വലിയ സൈസ് തന്നെയാണ്, 2 ചെറുതുമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല മധുരമുള്ള പഴമായിരിക്കണം കേട്ടോ. പഴുത്ത പഴമാണ് വേണ്ടിയത്. ഈസി ആയിട്ടുള്ള മെത്തേഡാണ് കാണിച്ചു തരുന്നത് കേട്ടോ. നല്ല പഴുക്കാത്ത പഴമൊന്നും വേണ്ട, നല്ല പഴുത്ത പഴം മതി. ഇതിനൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ പുഴുങ്ങുന്നത് എയർ ഫ്രയറിൽ ഇട്ടിട്ടാണ് പുഴുങ്ങുന്നത് കേട്ടോ. സ്റ്റീമറിൽ ഇട്ടാലും മതി, എങ്ങനെ ആയാലും കുഴപ്പമില്ല, പുഴുങ്ങിയെടുത്താൽ മതി. ഒന്നുകിൽ വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീമറിൽ ആവി കയറ്റിയിട്ട് പുഴുങ്ങിയെടുക്കുക. ഞാനിപ്പോൾ ഇത് എയർ ഫ്രയറിൽ വെക്കുകയാണ്. എയർ ഫ്രയറിൽ വെക്കുന്ന സമയത്ത് അതിൻ്റെ സെൻറ്റർ ഒന്ന് ഇങ്ങനെ ഒരു വര ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലും പെട്ടെന്നായി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതാ 2 ഭാഗം തലയും വാലും മുറിച്ചതിന് ശേഷം 2ആയിട്ട് മുറിച്ചിട്ട് ആ ഒരു കീറിയ ഭാഗം മേലെ വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ പഴം ഒന്ന് നിരത്തി കൊടുക്കുക. അപ്പോൾ അതെല്ലാം ഞാൻ ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് അതിൻ്റെ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ടൈമും സെറ്റിങ്സൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 180യിലാണ് ഞാൻ ചെയ്തത്. 180 അല്ല, ചിലർക്ക് ചിലപ്പം 190 വേണ്ടി വരും. 180യിൽ ഞാനിവിടെ ഒരു 10 മിനിറ്റാണ് ചെയ്തത്. അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ പഴത്തിൻ്റെ ഒരു പഴുപ്പൊക്കെ പോലെ ഇരിക്കും കേട്ടോ. ചിലപ്പം കുറച്ച് സമയം അങ്ങോട്ടോ ഇങ്ങോട്ടോ വേണ്ടി വരും. ഇനിയിപ്പോൾ അതാവണ നേരം കൊണ്ട് ഞാനിപ്പോൾ കുറച്ച് ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. ശർക്കര ഞാൻ ചീകി വെച്ചതാണ് ഇട്ടത്. ഏകദേശം ഒരു 250 ഗ്രാം ശർക്കര ഉണ്ട്. ഇത് അത്യാവശ്യം നല്ല മധുരത്തിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ 200 ഗ്രാം മതി എന്നുണ്ടെങ്കിൽ അതും ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു കപ്പും വെള്ളവും ചേർത്തിട്ട് അതൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ പഴമൊക്കെ ഇവിടെ റെഡി ആയിന് കേട്ടോ. നമ്മളിങ്ങനെ ഒന്ന് ഇടയ്ക്ക് തുറന്ന് നോക്കിയാൽ മതി, അപ്പോൾ മനസ്സിലാവും റെഡി ആയിനോ എന്നുള്ളത്. നമ്മൾ ആ ഒരു തോല അതിൻ്റെ മേലെ നിന്ന് വിട്ട് വരണം, അതാണ് പാകം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഞാനിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് മാഷ് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ ഈ പഴുത്ത പഴം ആയതുകൊണ്ട് തന്നെ ഒരു പ്രയാസമില്ല. സാധാരണ നമ്മൾ ഉന്നക്കായ ഉണ്ടാക്കിയിട്ടും അതുപോലെ തന്നെ പഴം വെറുതെ അങ്ങനെ മുറിച്ചിട്ടിട്ടും അങ്ങനെയൊക്കെയാണ് നമ്മൾ കറി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഉന്നക്കായ ആയിട്ട് ഉണ്ടാക്കും. അതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു പണിയുണ്ട്. ഇതാകുമ്പോൾ എളുപ്പമാണ്, ഒരു പ്രയാസവും ഇല്ല, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പഴുത്ത പഴം ആയതുകൊണ്ട് ജസ്റ്റ് ഒരു ഇത് വെച്ചിട്ട് അമർത്തിയാൽ തന്നെ നന്നായിട്ട് ഇതങ്ങ് അലിഞ്ഞ് വരും. അപ്പോൾ ഞാനിവിടെ പൊട്ടാറ്റോ മാഷർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ടാലും പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല പഴുത്ത പഴമല്ല. അപ്പോൾ മിക്സിയിലിട്ടാലും ജസ്റ്റ് ഒന്ന് പൾസ് മോഡിലിട്ടാൽ തന്നെ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടി ചെറുതായിട്ടൊരു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമുള്ള എന്ത് സാധനം ഉണ്ടാക്കുമ്പോൾ ഞാനൊരു നുള്ള് ഉപ്പ് ചേർക്കലുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഞാനിവിടെ എടുത്ത അരിപ്പൊടി എന്ന് പറയുന്നത് ഒറോട്ടിപ്പൊടിയാണ്. അപ്പോൾ ഇത് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാ വറുത്ത അരിപ്പൊടി ചേർത്താലും മതി കേട്ടോ. അരിപ്പൊടിക്ക് അങ്ങനെ ഒരു കണക്കില്ല, നമുക്കിത് കുഴയ്ക്കാൻ വേണ്ടി അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഏകദേശം ഒരു അരക്കപ്പ് എനിക്കിവിടെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. 1/4 കപ്പിൻ്റെ കപ്പാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു 2 പ്രാവശ്യം ഇട്ടപ്പോൾ റെഡിയാണ്. പക്ഷേ ഇത്രയും ആവശ്യമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനത് കുഴച്ച് നോക്കട്ടെ. അപ്പോൾ ഇത് റെഡിയാണ് കേട്ടോ, ഏകദേശം റെഡിയാണ്. വേറെ വെള്ളം നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ ചേർക്കരുത്. ആ ഒരു പഴത്തിൻ്റെ വെള്ളത്തിൻ്റെ അളവിൽ മാത്രമേ നിങ്ങൾ പൊടി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. എക്സ്ട്രാ വെള്ളം ചേർക്കാണ്ട് കുഴച്ചെടുക്കുക. നല്ല മയത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനൊന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് നമുക്ക് ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. നിങ്ങൾക്ക് പിടിയായിട്ട് നീളത്തിൽ ഉരുട്ടണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതുപോലെ ക്യാപ്സൂൾ രൂപത്തിലാക്കണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. ഇനി ബോൾസ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉരുട്ടാം കേട്ടോ. അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെയാണ്. ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ ഉരുള എടുക്കുന്ന സമയത്ത് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കുക. ഞാനിപ്പോൾ അത്യാവശ്യം കുറച്ചൊരു വലുപ്പത്തിൽ തന്നെയാണ് ഉരുട്ടണത്, വേഗം പണി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഉരുട്ടുന്നത് ബോളല്ല, ഞാനൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട്. നമ്മൾ കക്കറോട്ടിയൊക്കെ ഉണ്ടാക്കില്ല അതുപോലെയാണ് കേട്ടോ. ആ കുഞ്ഞിപ്പത്തിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഈ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനി നമ്മൾ നേരെ സ്റ്റീമറിലേക്ക് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ഞാൻ അടിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരിട്ടങ്ങ് ഇത് ഉരുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തീ കത്തിച്ച് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാം ഇതേപോലെ തന്നെ ഒന്നൊരു ബോൾ പോലെ ഉരുട്ടിയതിൻ്റെ ശേഷം ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള എല്ലാം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സ്റ്റീം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ബോൾ മാവ് നമ്മൾ ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വലിയൊരു ബോളിൻ്റെ മാവ് ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ, അതവിടെ മാറ്റി വെക്കാം. ഇനി ഇത് ഒരു 15 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ മാറ്റി വെച്ച ആ ഒരു ബോളില്ല, അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ അരച്ചെടുക്കട്ടെ. ഞാൻ പിന്നെ മിക്സി ഒന്നും കഴുകാനാക്കണ്ടെന്നുള്ളതിൽ ഞാൻ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണ് ആ ഒരു പാത്രത്തിൽ തന്നെ. അപ്പോൾ ചെറുതായിട്ടൊന്നും അങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി, വേറെ ഇതൊന്നുമില്ല. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ മിക്സിയിലൊന്ന് അരച്ചെടുത്താൽ മതി. ഇതിൽ ചെറുതായിട്ട് ആ ഒരു പഴത്തിൻ്റെ ഇതൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, അങ്ങനെ മതി കേട്ടോ. അപ്പോൾ അതവിടെ മെൽറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതവിടെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ ശർക്കര വെച്ചത് നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. എത്ര നല്ല ശർക്കര എന്ന് പറഞ്ഞാലും ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 കപ്പോളം ഉണ്ട് കേട്ടോ ഈ ഒരു ശർക്കരൻ്റെ അളവ് എന്ന് പറയുന്നത്. 1.5 കപ്പ് ഉണ്ടാവും ഈ ഒരു അളവ്.
ഇനിയിപ്പോൾ വേണ്ടത് കുറച്ച് നല്ല കട്ടിയുള്ള തന്നെ തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് 1 ലിറ്റർ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു അളവ് പറയുകയാണെങ്കിൽ 1 ലിറ്റർ ഉണ്ട് ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ അളവ്. ഞാൻ 1ഉം 2ഉം ഒന്നും വേറെ വേറെ ഒന്നും ആക്കിയിട്ടില്ല, ഒറ്റ പാൽ തന്നെയാണ്. ഇനിയിപ്പോൾ അത് സ്റ്റീം ചെയ്ത് നമ്മൾ ആ ഒരു പിടിയൊക്കെ ഇവിടെ റെഡി ആയിന് കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അതിന് ശേഷം നല്ല അടി കട്ടിയുള്ള ഒരു ചെമ്പ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടി പിടിച്ച് പോകരുത്, നല്ല കനമുള്ള ചെമ്പ് വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആദ്യം തന്നെ നമ്മൾ ഒഴിക്കുന്നത്, തീയൊന്നും കത്തിച്ചിട്ടില്ല, ആദ്യം തന്നെ നമ്മൾ മിക്സിങ് ഉണ്ട് അതാണ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ തേങ്ങാപ്പാൽ വെച്ച് കൊടുക്കുക. തേങ്ങാപ്പാൽ പാത്രമൊക്കെ കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കലക്കി വെച്ച ആ ഒരു പഴത്തിൻ്റെ കൂട്ടില്ലേ, അതും കൂടെ ഒഴിച്ച് കൊടുക്കുക. അതും അരിപ്പൊടിയാണ് അത്. അപ്പോൾ അത് ആ ഒരു അരിപ്പൊടിയും ഇതും കൂടെ കൂട്ടി മിക്സ് ആക്കിയത് അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് എല്ലായിടത്തും മിക്സ് ആയതിൻ്റെ ശേഷമാണ് നമ്മളിത് തീ കത്തിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈയെടുക്കാണ്ട് ഇളക്കിയും കൊണ്ടിരിക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, കാരണം അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ടായി പോകും. ഇനിയിപ്പോൾ ഇതിലേക്ക് ഫ്ലേവറിന് കുറച്ച് 1/2 ടീസ്പൂൺ ഞാൻ ഏലക്കായൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തിള വന്നു കഴിഞ്ഞാൽ ഒരു 5-6 മിനിറ്റ് നേരം അങ്ങനെ ഇളക്കിയും കൊണ്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ അതൊന്ന് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു മീഡിയം തീയിലിട്ടിട്ട് ഇങ്ങനെ കുറുക്കി ഒരു 5-6 മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ആ ഒരു ശർക്കര ഉരുക്കിയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്താണ്. ഇനി ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഇത് നല്ല മധുരത്തിൻ്റെ അളവാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇവിടെ പിന്നെ നമുക്ക് മധുരം ആവുമ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് വല്ലപ്പോഴേ മധുരം ഉണ്ടാക്കലുള്ളൂ. പക്ഷെ ഉണ്ടാക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല മധുരം വേണമെന്നാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു അളവ് കുറക്കാം. ഞാൻ 250 ഗ്രാമാണ് എടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, 1/4 കിലോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ 150 ഗ്രാമോ 200 ഗ്രാമൊക്കെ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ അളവ് കുറച്ചാൽ മതി. ഇനിയിപ്പോൾ അത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ശർക്കര ചേർത്താലും ഒരു 3-4 മിനിറ്റ് നേരം തിളപ്പിക്കണം. അതിന് ശേഷം നമ്മൾ ഈ ഒരു പുഴുങ്ങി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ പിടികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ പിടികൾ ഇട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് തിളച്ചോട്ടെ. അപ്പോഴാണ് ആ ഒരു പിടിയിലേക്ക് എല്ലാം ഇറങ്ങുക. നമ്മൾ ആ ഒരു പിടി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ടതുകൊണ്ട് ഇനി ഇതിൽ വേറെ എക്സ്ട്രാ ഉപ്പ് ചേർക്കേണ്ടിയില്ല. നന്നായിട്ട് 2-3 നേരം തിളപ്പിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ആ ഒരു ടേസ്റ്റ് ഇതിലേക്ക് വന്നോളും. അപ്പോൾ ഇനി എക്സ്ട്രാ ഉപ്പൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് 2-3 മിനിറ്റ് നേരം ഞാൻ നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് വേണ്ടി കേട്ടോ. നമ്മൾ വെക്കുന്തോറും എന്താ പറയുക, ചൂടാറുന്തോറും പിന്നെയും കട്ടിയായിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത് നോക്കണ്ട, കുറച്ചും കൂടെ കട്ടിയാവുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ഇപ്പം നല്ല നമുക്ക് കുടിക്കാൻ പറ്റുന്ന പാകത്തിൽ സ്പൂൺ കൊണ്ട് കോരിയിട്ടും എല്ലാം കഴിക്കാൻ പറ്റുന്ന പാകത്തിൽ ഇപ്പോൾ ആയിട്ടുണ്ട്. 2-3 മിനിറ്റ് വരെ ഞാൻ തിളപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു വറവ് വേണം കേട്ടോ. ഞാനൊരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. പശു നെയ്യാണ് വേണ്ടത്. ഗീ ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായാൽ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസും ഇട്ടിട്ട് ഒന്ന് വറവിട്ടെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഇങ്ങനെ തേങ്ങാക്കൊത്തൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കട്ടോ. എൻ്റെ അടുത്ത് ഇപ്പം തേങ്ങാക്കൊത്തൊന്നുമില്ല. അപ്പോൾ അതാ അണ്ടിപ്പരിപ്പ് ഒന്ന് ബ്രൗൺ ആയാലേ ഞാൻ കുറച്ച് കിസ്മിസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ബോൾ പോലെ ഒന്ന് പൊള്ളിക്കഴിഞ്ഞാൽ നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ അത് വിളമ്പണ പാത്രത്തിലേക്ക് ഞാനിതൊന്ന് മാറ്റുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ചൂടോട് കൂടി തന്നെയാണ് ഒഴിക്കുന്നത് കേട്ടോ. ചൂടാറിക്കഴിഞ്ഞാൽ ഒന്നും കൂടെ ചിലപ്പം കട്ടിയാവും. അങ്ങനെ കട്ടിയായും തോന്നുകയാണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ലൂസാക്കണമെങ്കിൽ അങ്ങനെ ലൂസാക്കിയിട്ടും എടുക്കാം. നല്ല ടേസ്റ്റാണ്. ഈ ഒരു പിടി കഴിക്കുന്ന സമയത്തും എല്ലാം വളരെ ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സാധാരണ എപ്പോഴും പിടിക്കറിയും കായ്ക്കറിയൊക്കെ അല്ലേ ഉണ്ടാക്കല്. ഇതൊരു വെറൈറ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മെത്തേഡാണ്. ഒരു പണിയുമില്ല, നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു നെയ്യും കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഞാൻ ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് പിറ്റേന്ന് കഴിക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റാണ്. ചൂടോടുകൂടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എങ്ങനെ വേണമെങ്കിലും കഴിക്കാം, തണുപ്പിച്ചിട്ടോ ചൂടോടുകൂടിയോ ഒക്കെ കഴിക്കാം. അപ്പം അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഇത് നമ്മളെ ബറാത്തിനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. നമുക്കിപ്പോൾ ഒരാഴ്ചൻ്റെ ഉള്ളിൽ ബറാത്ത് വരാനുണ്ട്. അപ്പം ബറാത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന, ഒരാഴ്ച ഇല്ല ഇനി ബറാത്തിന് കേട്ടോ, 2-3 ദിവസമേ ഉള്ളൂ. അന്നേരമൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.